കൊളുംബലിവിയയുടെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റവും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അപ്പം രണ്ടും ഓൾമോസ്റ്റ് അസോസിയേറ്റഡ് ആണ്. കാരണം ക്ലോയാക്കയിൽ വെച്ചിട്ട് രണ്ടും ഓൾമോസ്റ്റ് എല്ലാം എന്താ പറയുന്നത് ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഡൈജസ്റ്റീവ് സിസ്റ്റവും നമുക്ക് ക്ലോയാക്കയിൽ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എക്സ്ക്രീറ്ററി സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അസോസിയേറ്റഡ് ആണ് ബേർഡ്സിൻ്റെ കേസിൽ. സ്റ്റിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റവും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും വേറെ വേറെ ആയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നു. ദെൻ വി വിൽ മൂവ് ടു ദി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം ബേർഡ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളെ പോലെ തന്നെ കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗാൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഓക്കെ, സോ എ പെയർ ഓഫ് മെറ്റാനെഫ്രിക് കിഡ്നിയാണ്. ഓക്കെ, നമ്മൾ കിഡ്നിയുടെ ഒറിജിൻ പറയുമ്പോൾ, ഡെവലപ്മെൻ്റൽ ഒറിജിൻ പറയുമ്പോൾ പ്രോനെഫ്രിക് കിഡ്നി ഉണ്ട്, മീസോനെഫ്രിക് കിഡ്നി ഉണ്ട്, മെറ്റാനെഫ്രിക് കിഡ്നി ഉണ്ട്. ഇവർ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജ് ഓഫ് എംബ്രിയോണിക് ലൈഫിൽ ഉണ്ടാവുന്ന കിഡ്നിയാണ് പ്രോനെഫ്രോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോനെഫ്രിക് കിഡ്നി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വൈകിയതിന് ശേഷം ഒരു മിഡിൽ ടു എൻഡ് ഓഫ് എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ് മീസോനെഫ്രിക് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനൽ സ്റ്റേജ് ആണ് മെറ്റാനെഫ്രിക് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലോവർ ഓർഗാനിസംസിൽ അത് പ്രോനെഫ്രോസോ അല്ലെങ്കിൽ മീസോനെഫ്രോസോ ആയിരിക്കും. അതേസമയം ഹയർ വെർട്ടിബ്രേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ബിക്കം മെറ്റാനെഫ്രിക് കിഡ്നി. ഓക്കെ, അപ്പം ബേർഡ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, മാമൽസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും ഒക്കെ എന്താണ് മെറ്റാനെഫ്രിക് കിഡ്നിയാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പം ബേർഡ്സിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ആക്ച്വലി എ പെയർ ഓഫ് മെറ്റാനെഫ്രിക് കിഡ്നി വിച്ച് ആക്ട് ആസ് ദി എക്സ്ക്രീറ്ററി ഓർഗാൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ കിഡ്നിയുടെ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ കിഡ്നി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മൾട്ടി ലോബ്ഡ് അല്ലേ, സിംഗിൾ ആയിട്ടൊരു അപ്പിയറൻസ് ആണ് കാണാം. പക്ഷേ ബേർഡ്സിൻ്റെ കേസിലുള്ള കിഡ്നി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ട്രൈ ലോബ്ഡ് ആണ്. 3 ലോബ്സ് ആയിട്ടാണ് നമുക്ക് കിഡ്നി കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഓരോ ലോബിൽ നിന്നും യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സിംഗിൾ യൂറിനറി ഡക്റ്റ് അല്ല, മറിച്ച് ഓരോ ലോബിൽ നിന്നും ഓപ്പൺ ചെയ്ത് അത് സിംഗിളായിട്ട് ക്ലോയാക്കയിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, 3 ലോബ്ഡ് ആയിട്ടുള്ള കിഡ്നിയാണ്. സോ ഈച്ച് കിഡ്നി ഈസ് എ ഫ്ലാറ്റ് ആൻഡ് ട്രൈ ലോബ്ഡ് ഓർഗാൻ. ആൻറ്റീരിയർ ഉണ്ട് അല്ലേ, മിഡിലുണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. അങ്ങനെ 3 ലോബ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആൻറ്റീരിയർ ലോബ് എന്ന് പറയുന്നത്, ഇതാണ് മിഡിൽ ലോബ് എന്ന് പറയുന്നത്, ഇതാണ് പോസ്റ്റീരിയർ ലോബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഓക്കെ, ഡോർസൽ സൈഡിൽ നിന്ന് അല്ലേ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിന്ന് അല്ലേ, ഇതിൻ്റെ ടിപ്പിൽ നിന്നാണ് യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. യൂറിനറി ഡക്റ്റ് ഇവിടെ നിന്നുണ്ട്, ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ബാക്ക് സൈഡിലായതുകൊണ്ട് കാണില്ല, ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ഇത് മൂന്നും കൂടെ തോഴെ വന്നിട്ട് ഇതാണ് യൂറിനറി ഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദറ്റ് വിൽ ബി ഓപ്പണിങ് ഇൻ ടു ദി യൂറോഡിയം ഓഫ് ക്ലോയാക്ക. നമ്മൾ ക്ലോയാക്കയിലെ 3 റീജിയൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൽ ഒരു പാർട്ടാണ് യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് യൂറോഡിയം എന്ന് പറയുന്നത്. കോപ്രോഡിയം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതുപോലെ യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്താണ് യൂറോഡിയം. നൗ കിഡ്നി എടുക്കുകയാണെങ്കിലോ നമ്മളെ പോലെ തന്നെയാണ് അല്ലേ. ഇറ്റ്സ് ആക്ച്വലി എ കോമ്പൗണ്ട് ഗ്ലാൻഡ് വിച്ച് ഈസ് ആക്ച്വലി ഫോംഡ് ഓഫ് ന്യൂമറസ് urinary tubules which is otherwise known as the nephrons. Okay, so it's a compound tubular gland formed by numerous coiled tubules called the uriniferous tubule or nephrons. Okay, എല്ലാ ലോബിലുള്ള നെഫ്രോൺസും ടെർമിനലി ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും, യൂറിനറി ഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അതിന് നമുക്ക് മെറ്റാനെഫ്രിക് ഡക്റ്റ് എന്ന് വിളിക്കാം. ഈ യൂറിനറി ഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഓരോ ലോബിൽ നിന്നും ഓപ്പൺ ചെയ്ത് അത് സിംഗിൾ യൂറിനറി ഡക്റ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഏത് സൈഡിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം, ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, വിസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ കിഡ്നി ഉള്ളത് പോലെ തന്നെ വെർട്ടിബിൾ കോളത്തിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള കിഡ്നി കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന എവിടെയാണ്, ഡോർസൽ സൈഡിലാണ്. യൂറിനറി ഡക്റ്റ് ഓപ്പൺ ആക്കുന്നത് കിഡ്നിയുടെ വെൻട്രൽ സൈഡിൽ നിന്നായിരിക്കും. ഓക്കെ, ഇത് പ്രസന്റ് ആയിരിക്കുന്നത് ഡോർസൽ സൈഡിലാണ്. അപ്പം അറ്റാച്ച് ചെയ്തേക്കുന്നത് ഡോർസൽ സർഫസ് ആണ്. അതിൻ്റെ വെൻട്രൽ സർഫസ് എന്നാണ്, കിഡ്നിയുടെ വെൻട്രൽ സർഫസ്, ബോഡിയുടെ ഡോർസൽ സർഫസിലാണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്.
കിഡ്നിയുടെ വെൻട്രൽ സർഫസിൽ നിന്നാണ് യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യൂറിനറി ഡക്ട് ലീഡ്സ് ഔട്ട് ഫ്രം ദി വെൻട്രൽ ആസ്പെക്ട് ഓഫ് ദ ആന്റീരിയർ ലോബ് ആൻഡ് ടെർമിനലി ഓപ്പൺസ് ടു ദി യൂറോഡിയം ഓർ മിഡിൽ ക്ലോയക്കൽ ചേംബർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ബേർഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ദർ ഇസ് നോ യൂറോഡിയം. നമ്മൾ റെക്ടം ആബ്സെന്റ് ആണെന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ദർ ഇസ് നോ യൂറോഡിയം, സോറി, ദർ ഇസ് നോ യൂറിനറി ബ്ലാഡർ. ഓക്കെ, യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. എന്തുകൊണ്ടാണ്? വെയിറ്റ് കൂടുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആയിട്ട് ഒരു കൺസിഡറേഷൻ ഇവിടെ ഉണ്ട്. യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മളുള്ള പോലെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ച് അത് ഫില്ല് ചെയ്യുമ്പോൾ ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എടുക്കുമ്പോൾ ബോഡി വെയിറ്റ് കൂടും. ഓക്കെ, വാട്ട് എവർ വളരെ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ പോലും അത് ഫ്ലൈറ്റിനെ ബാധിക്കും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എവല്യൂഷണറി യൂറിനറി ബ്ലാഡർ ബേർഡ്സിൽ ആബ്സെന്റ് ആക്കി വെച്ചേക്കുന്നത്. സോ യൂറിനറി ബ്ലാഡർ ഈസ് ആബ്സെന്റ് ഇൻ ബേർഡ്സ്. സോ ദർ ഇസ് നോ സ്റ്റോറേജ് ഓഫ് യൂറിൻ. അപ്പം യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഡക്റ്റിൽ കൂടെ, യൂറിനറി ഡക്റ്റിൽ കൂടെ നേരെ ക്ലോയാക്കയിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിന്ന് വാട്ടറും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മിനറൽസ് ഉണ്ടെങ്കിൽ അതും റീഅബ്സോർബ് ചെയ്യപ്പെട്ടിട്ട് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ലോസിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നൈട്രോജനസ് വേസ്റ്റ് പുറത്തേക്ക് വിടുന്നു. അതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ദർ ഇസ് നോ സ്റ്റോറേജ് ഇൻ യൂറിനറി ബ്ലാഡർ. അപ്പം ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടർ ലോസ് പരമാവധി കുറക്കണം എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ. കാരണം ഫ്ലൈയിങ് ആണിത്, അല്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്ലൈയിങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം പരമാവധി സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ലോസ് പരമാവധി പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് താഴെ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന നിലക്ക് അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? പരമാവധി വാട്ടർ സേവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് യൂറിക്കോടെല്ലിക് മെക്കാനിസം ഇവിടെ വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ നൈട്രോജനസ് വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ആ പോയിന്റുകളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം നമുക്ക്. യൂറിനറി ബ്ലാഡർ ആബ്സെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ PGNs ആർ യൂറിക്കോടെല്ലിക്. ദാറ്റ് മീൻസ് നൈട്രോജനസ് വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ആസ് യൂറിക് ആസിഡ് ഓർ യൂറേറ്റ്സ്. ആൻഡ് യൂറിൻ ഈസ് എ കോൺസെൻട്രേറ്റഡ് വിസ്കസ് ഫ്ലൂയിഡ് ആണ്. Now in the cloaca ഞാൻ പറഞ്ഞു വാട്ടർ, ആവശ്യമുള്ള സോൾട്ട്, അയോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു? റീഅബ്സോർബ് ചെയ്യപ്പെടും. ആൻഡ് ദ ഫൈനൽ യൂറിൻ will be formed, gets precipitated as a dry white substance called guano. നമ്മൾ അല്ലേ, ഈ ബേർഡ്സിൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ബേർഡ്സിൻ്റെ ഈ പറയുന്ന നൈട്രോജനസ് വേസ്റ്റ് മാറ്റർ ഇപ്പം കാറിൻ്റെയൊക്കെ മുകളിൽ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെയൊക്കെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഫെയ്ഡ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം ആ ഒരു വൈറ്റ് സാധനം ഉണ്ടല്ലോ, അപ്പം അതിനെയാണ് നമ്മൾ ഗ്വാനോ എന്ന് പറയുന്നത്. ഓക്കെ, പരമാവധി വെള്ളം അബ്സോർബ് ചെയ്യപ്പെട്ട് ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറ്റപ്പെടുന്ന യൂറിക് ആസിഡ്, യൂറേറ്റ്സ് ആൻഡ് അതർ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് വിൽ ബി നോൺ ആസ് ദി ഗ്വാനോ. ക്ലിയർ ആണല്ലോ? സോ വൈറ്റ് സബ്സ്റ്റൻസ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴി കാഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ക്ലോയാക്കയിലേക്ക് എന്തുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഓപ്പൺ ആവുന്നുണ്ട്, യൂറിനറി ഡക്റ്റും ഓപ്പൺ ആവുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ ഈ നൈട്രോജനസ് വേസ്റ്റും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് വേസ്റ്റും മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം കോഴി കാഷ്ടിച്ചതിന് ശേഷം അതിൽ കാണുന്ന വൈറ്റ് ഫോമാണ് നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത്. So uricotelism is a physiological adaptation to reduce the water loss. Now നമ്മൾ കിഡ്നി കമ്പാരിസൺ എടുക്കുക, ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്രോനെഫ്രിക് കിഡ്നി, മീസോനെഫ്രിക് കിഡ്നി ആൻഡ് മെറ്റാനെഫ്രിക് കിഡ്നി എന്ന് പറഞ്ഞു. അപ്പം ലേറ്റ് സ്റ്റേജ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സമയത്ത് എന്ത് ചെയ്യും? പ്രോനെഫ്രിക് കിഡ്നി എന്നുള്ളത് റീപ്ലേസ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും പ്രോനെഫ്രിക് ഡക്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, പ്രോനെഫ്രിക് ഡക്റ്റ് റീറ്റെയിൻ ചെയ്യും. ഈ പ്രോനെഫ്രിക് ഡക്റ്റ് എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഡക്റ്റാണ് വോൾഫിയൻ ഡക്റ്റും അതുപോലെ തന്നെ മുള്ളേറിയൻ ഡക്റ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രോനെഫ്രിക് കിഡ്നി എന്ന് പറയുന്നത് മെറ്റാനെഫ്രിക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടുവെങ്കിലും പ്രോനെഫ്രിക് ഡക്റ്റ് വിൽ ബി റീറ്റെയിൻഡ് ആൻഡ് ദാറ്റ് പ്രോനെഫ്രിക് ഡക്റ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻടു ടു ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വോൾഫിയൻ ഡക്റ്റ് ആൻഡ് മുള്ളേറിയൻ ഡക്റ്റ്. ഇതിൽ WM പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെ? WM നമ്മൾ സാധാരണ W വുമൻ, M മെൻ. അത് നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക.
ഓക്കെ, ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. വോൾഫിയൻ ഡക്റ്റ് എവിടെയാണ് കാണുന്നത്, മുള്ളേറിയൻ ഡക്റ്റ് എവിടെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ മുള്ളേറിയൻ ഡക്റ്റ് കാണുന്നത് വുമനിലാണ്, വോൾഫിയൻ ഡക്റ്റ് മെനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിൽ എന്ത് ചെയ്യുന്നു, വോൾഫിയൻ ഡക്റ്റ് റീറ്റെയിൻ ചെയ്യുന്നു, ഫീമെയിലിൽ മുള്ളേറിയൻ ഡക്റ്റ് റീറ്റെയിൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. പ്രോനെഫ്രിക് ഡക്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് മുള്ളേറിയൻ ഡക്റ്റും വോൾഫിയൻ ഡക്റ്റുമാണ്. വോൾഫിയൻ ഡക്റ്റ് മെയിലിൽ റീറ്റെയിൻ ചെയ്യുന്നു, മുള്ളേറിയൻ ഡക്റ്റ് ഫീമെയിലിൽ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ മുള്ളേറിയൻ ഡക്റ്റ് ഫീമെയിലിൽ റീറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഫോം ദ ഓവി ഡക്റ്റ്. ഓക്കെ, ആൻഡ് വോൾഫിയൻ ഡക്റ്റ് മെയിലിൽ റീറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഫോം ദി വാസ് ഡെഫറൻസ്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിച്ച് വെക്കണം കിഡ്നിയുടെ കേസിൽ. ഓക്കെ, എന്താണ് സംഭവിച്ചത്? Shortly afterwards, pronephric duct splits up into two ducts, namely Wolffian duct and Mullerian duct. The Wolffian duct becomes the vas deferens in male, but it disappears in female. Similarly, in the Mullerian duct becomes the oviduct in female, and it will disappear in male. W, even though it stands for women, but opposite ആയിട്ട് ചിന്തിക്കുക. W is there in the men, and then M is there in the woman. ആ ഒരു കൺസെപ്റ്റിൽ ഓർത്ത് കഴിഞ്ഞാൽ എവിടെയാണ്, മെയിലാണോ ഫീമെയിലാണോ വോൾഫിയൻ അല്ലെങ്കിൽ മുള്ളേറിയൻ ഡക്റ്റുകൾ പ്രസൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതോട് കൂടിയിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം കഴിഞ്ഞു. അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിങ്ങൾ 5 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഈ കിഡ്നിയുടെ ഫിഗർ കൃത്യമായിട്ട് വരച്ചിരിക്കണം. ഓക്കെ, രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഫിഗർ മാത്രമല്ല വരക്കേണ്ടത്, അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ വരക്കും. ഈ കിഡ്നി മാത്രമുള്ള ഒരു ഫിഗർ കൃത്യമായിട്ട് വരച്ചിരിക്കണം, നിങ്ങൾ ഇതിലുണ്ടാവണം. ഓക്കെ, അതിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ ലേബൽ ചെയ്ത പോർഷൻസ് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആൻറ്റീരിയർ ലോബ്, മിഡിൽ ലോബ്, പോസ്റ്റീരിയർ ലോബ് എന്നുള്ളത് ലേബൽ ചെയ്യണം. യൂറിനറി ഡക്റ്റ് എന്നുള്ളത് ലേബൽ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ മെറ്റാനെഫ്രിക് ഡക്റ്റ് എന്നുള്ള പേരും ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കണം. ഈ ഒരു ഫിഗറാണ് നിങ്ങൾ വരച്ചു വെക്കുന്നത്. കാരണം എക്സ്ക്രീറ്ററി സിസ്റ്റം 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടെ ചേർത്തിട്ടുള്ള വരക്കണമെന്നില്ല, ഇത് മാത്രം വരച്ചാൽ മതി. യൂറോഡിയം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. എന്താണ് യൂറോഡിയം? ഈ പറയുന്ന ഓക്കെ യൂറിനറി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്ന ഈ പോർഷനെയാണ് നമ്മൾ യൂറോഡിയം എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ക്ലോയാക്കയാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അത് ക്ലോയാക്ക എന്നുള്ളതും ലേബൽ ചെയ്യുക. ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ ഇതിലുണ്ടാവണേ, കണ്ടന്റ് ഇങ്ങനെ ഓർമ്മയിലുണ്ടാവണം. എക്സ്ക്രീറ്ററി സിസ്റ്റം പറയുമ്പോൾ ഓർക്കേണ്ടത് കിഡ്നീനെ കുറിച്ച് പറയണം, പ്രോ മീസോ മെറ്റ പറയണം, എന്നിട്ട് മെറ്റയാണ് റീറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പറയണം. ഓക്കെ, അതിൻ്റെ പ്രോനെഫ്രിക് ഡക്റ്റ് മുള്ളേറിയൻ വോൾഫിയൻ ആയിട്ട് അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് മാറുമെന്ന് പറയണം. ലോബിൽ നിന്ന് വെൻട്രൽ സൈഡ്, ലോബിൻ്റെ വെൻട്രൽ സൈഡിൽ നിന്ന് യൂറിനറി ഡക്റ്റ് ഔട്ട് ചെയ്യുന്നു, എന്നിട്ടത് ക്ലോയക്കയുടെ യൂറോഡിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയണം. അതിൻ്റെ യൂറിക്കോടെലിസം ആണ് പേർട്സ് മെക്കാനിസം എന്ന് പറയുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയണം. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ മാത്രമേ എക്സ്ക്രീറ്ററി സിസ്റ്റം ആവുള്ളൂ. ഗുവാനോ എന്നുള്ള വാക്ക് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. Okay, so that's it. We will see the reproductive system in the next session.